വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യത്തിൽ ഈ ഒരു പരിപാടി എന്തൊരു കൂളായ നമ്മളത് അനുഭവിക്കുന്നത് എന്ന് ഞാൻ അവിടെ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു. സ്നേഹസദസ്സ്, ആ സ്നേഹസദസ്സെന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഉയർന്നു വന്ന ഓരോരാളുടെയും വാക്കുകളിൽ മനസ്സിൽ തറിക്കുന്നതായിരുന്നു എന്നതാണ് എൻ്റെ സത്യം. നമുക്കിങ്ങനെയും ജീവിക്കാൻ അറിയാം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞങ്ങൾക്ക് ഇങ്ങനെയും ജീവിക്കാൻ അറിയാം. പരസ്പരം തർക്കിച്ചും പരസ്പരം വിമർശിച്ചും പരസ്പരം പോരടിച്ചും ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഈ ഈറനണിഞ്ഞ ഒരു അഭിമുഖം നമുക്ക് സാധിക്കും എന്നതിൻ്റെ തെളിവായി ഞാനിതിനെ നോക്കിക്കാണുകയാണ്. എല്ലാ ആളുകൾക്കൊന്നും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഒരു കാര്യം ഉറപ്പ്, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇന്ന് കാണുന്ന പദമുണ്ടല്ലോ, ഇന്ന് കാണുന്ന ഒരു തൃപ്തികരമായ ഒരു പ്രതികരണങ്ങളും വാക്കുകളും ഒക്കെ ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ നമ്മുടെ ഒരു സ്ഥായിയായ സ്വഭാവമായി നമുക്ക് മാറ്റണം. അതിന് ഉപോത്ബലമാകുന്ന സംഘടനകൾ പലതുണ്ട്. ആ സംഘടനകളൊക്കെ അത് കയ്യിലെടുത്ത് മുൻപോട്ട് പോകണം എന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. സ്നേഹിച്ചാൽ പലതും നമുക്ക് നേടാൻ സാധിക്കും. സ്നേഹമില്ലാത്തയിടത്ത് നമുക്ക് പലതും നഷ്ടപ്പെടും എന്ന യാഥാർത്ഥ്യബോധം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. നമ്മുടെ ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഞാൻ രാത്രി ബാബരി മസ്ജിദ് തകർത്തതിൻ്റെ ഒരു വാർത്ത വളരെ വൈകി ചാനലിൽ TV-യിൽ കണ്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ശരിക്കും എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. നാളെ നേരം പുലരുമ്പോൾ ഈ കേരളത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന ആകാംക്ഷയായിരുന്നു എൻ്റെ മനസ്സിനെ മതിച്ച എല്ലാ വികാരങ്ങളും. പക്ഷേ കാലത്തെഴുന്നേറ്റ് കാലത്തെ പത്രം വന്നപ്പോൾ ആ പത്രത്തിൻ്റെ മുൻപിൽ എൻ്റെ പ്രിയങ്കരനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കാണുകയാണ് ഞാൻ. എന്താ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്ത്? എത്ര പള്ളികൾ പൊളിച്ചാലും ഒരു പള്ളി ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചടിച്ച് പൊളിക്കരുത് എന്നുള്ള വാർത്ത കേട്ട് ഞാൻ ചോദിക്കുന്നു, ഒരു പള്ളി പൊളിച്ച്, എത്രയോ പള്ളികൾ പൊളിച്ചിട്ടുണ്ട് ഇവിടെ ഒരു അമ്പലം പോയി ഒരു കോവിൽ പോലും പൊളിച്ചില്ല. എന്തുകൊണ്ട് ചോദിച്ചാൽ തങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങളുടെ വാക്കിൻ്റെ സ്വാധീനതയുണ്ടല്ലോ, ആ സ്വാധീനത ഈ നാടിനെ മൊത്തം പിടിച്ചടക്കാൻ സാധിക്കുന്ന ഒരു മനസ്സും ഒരു ഉറച്ച തീരുമാനവുമാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഞെട്ടിപ്പോയി. ഒരൊറ്റ കുട്ടിയും ഇറങ്ങിയില്ലല്ലോ. ഒരു അമ്പലം പോയിട്ട് ഒരു ചെറിയ കോവിൽ പൊളിച്ചില്ലല്ലോ. കേരളത്തിൽ ഏറ്റവും വലിയ സമുദായ സമന്വയം ഉണ്ടായ ഒരു കാലമാണ് ആ കാലം. എന്തെല്ലാം സംഭവിക്കാം. അവിടെ അമ്പലം പൊളിയുമ്പോൾ ഇവിടെ പള്ളി പൊളിയുമ്പോൾ, അല്ല അവിടെ പള്ളി പൊളിയുമ്പോൾ ഇവിടെ അമ്പലം പൊളിയൂലേ? സ്വാഭാവികല്ലേ? പൊളിഞ്ഞില്ലെന്ന് മാത്രമല്ല, സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിച്ച് കുലുക്കി സ്നേഹമസരണമായ ഒരു ബന്ധത്തിന് വേരോടാൻ ഈ സന്ദർഭവും തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് കാരണഭൂതമായി എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അകത്ത് സമാധാനവും ശാന്തിയും കൊണ്ടുവരാൻ ആരുടെയും സഹായം വേണ്ട. നമ്മുടെ മനസ്സ് നന്നായാൽ മതി. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു മാറ്റമുണ്ടായാൽ മതി. നമ്മുടെ മനസ്സൊരു സംതൃപ്തമായ മനസ്സാക്കി മാറ്റിയാൽ മതി. നമുക്കെല്ലാം നേടാൻ സാധിക്കും എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. ഇനിയിപ്പോൾ ഈ സദസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും മനോഹരമായ ഒരു സദസ്സ് ഒരു പക്ഷേ കണ്ണൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഞാനൊരു പക്ഷേ ആദ്യമായിട്ടാണ് ഞാനിത് അനുഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും ഇത് വളരാനും ഇതുപോലെ കൊണ്ടുപോകാനും എല്ലാ ജില്ലയിലും ഇത് സംഘടിപ്പിച്ച് ആളുകൾക്ക് മനസ്സിൻ്റെ അകത്ത് ഒരു പുതിയ തേജസ്സും ഒരു പുതിയ കാഴ്ചപ്പാടും ഒരു പുതിയ ജീവസ്സും കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ
നാട് നമ്മൾ പറയുന്നിടത്ത്, നമ്മൾ ചിന്തിക്കുന്നിടത്ത് നാടിനെ എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹപുരസരം ഈ അപേക്ഷ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.